ഇടുക്കി പെരുമാംകണ്ടത്ത് കാറിനുള്ളിൽ തീപിടിച്ചു മരിച്ച സിബിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. സിബി ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ, അതിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോട് ഒരു പരിഹാരമാകും എന്ന് കരുതാവും. അഷ്മി, ആ ദുരൂഹത നീക്കുന്നതിന് വേണ്ടി ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. ആ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ആത്മഹത്യ ആണ് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഈ മരിച്ചത് സിബി തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം മുഴുവനും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വ്യക്തമാകും. സിബി തന്നെയാണോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തമാകും എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. സമീപത്തെ ഈ സംഭവം നടന്നതിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് സിബി പെട്രോൾ വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പെട്രോൾ കാറിനുള്ളിൽ കത്തി ഉണ്ടായ തീപിടുത്തമാണ് എന്നുള്ളൊരു പ്രാഥമിക പരിശോധനാ ഫലം കൂടി വന്ന സ്ഥിതിക്ക് എന്തിനായിരിക്കാം അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി യാതൊരു പ്രതിസന്ധിയുമില്ല, ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്ന് ബന്ധുക്കൾ പറയുമ്പോഴും ചില സാമ്പത്തിക ഇടപാടുകൾ സിബിഐയെ പ്രശ്നത്തിലാക്കിയിരുന്നു എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം കല്ലൂർക്കാട് പോലീസ് നടത്തുകയാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.